നമസ്തേ. ഹിന്ദു ധാർമ്മിക സദസ്സിന് സാക്ഷ്യം വഹിച്ച തിരുപ്പതി. മതപരിവർത്തനത്തിന് വിധേയരായ ഹിന്ദുക്കളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാന ലക്ഷ്യം. മതമാറിയ ഹിന്ദുക്കൾക്ക് ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പരിശീലനം നൽകും. ഹിന്ദുധർമ്മം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, കൂടാതെ ഹിന്ദുക്കൾക്കിടയിലെ മതപരിവർത്തനം തടയാനുള്ള മാർഗങ്ങളും ചർച്ചാ വിഷയമായി. 3 ദിവസമായി നീണ്ടുനിന്ന സദസ്സിൽ പാസാക്കിയ പ്രമേയങ്ങൾ കരുണാകര റെഡ്ഡി അവതരിപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും മറ്റും ഹൈന്ദവ നേതാക്കളും ഹിന്ദു ധാർമ്മിക സദസ്സിൽ സന്നിഹിതരായിരുന്നു. കുട്ടികൾക്കും സാധാരണക്കാർക്കും എളുപ്പം മനസ്സിലാക്കുന്ന തരത്തിൽ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും സാരാംശങ്ങൾ പ്രചരിപ്പിക്കണം. ഇതിനായി ധർമ്മപ്രചാരകരെ പരിശീലിപ്പിക്കുക എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ജാതി വിവേചനം മതപരിവർത്തനത്തിന് കാരണമാകുന്നുവെന്നും ഇത്തരം സംഭവങ്ങളിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും യോഗം തീരുമാനിച്ചു. മതപരമായ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കണമെന്നും എങ്കിൽ മാത്രമേ ലക്ഷ്യം പൂർണ്ണമാകൂ എന്നും സമ്മേളനം വിലയിരുത്തി. കൂടാതെ ഹൈന്ദവ സമൂഹത്തിൽ ആത്മവിശ്വാസം ഉയർത്തുവാനുള്ള പദ്ധതികളെക്കുറിച്ചും സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നു. തകർക്കപ്പെട്ടതും അപ്രത്യക്ഷമായതുമായ നിരവധി ക്ഷേത്രങ്ങൾ കണ്ടെത്തുകയും ട്രസ്റ്റിന്റെ പ്രവർത്തന ഫലമായി ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും യോഗം അറിയിച്ചു. ഗോസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും എന്നും പാഠ്യ പദ്ധതിയിൽ ഹിന്ദുധർമ്മം കൂടുതലായി ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ധർമ്മപ്രചാരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സനാതന ധർമ്മ തത്വങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും തീരുമാനമായി. ഹിന്ദുധർമ്മത്തിലേക്ക് സ്വമേധയാ എത്തിച്ചേരുന്ന ഇതര മതസ്ഥരെ ഹിന്ദുധർമ്മത്തിലേക്ക് സ്വീകരിക്കുവാനും ഹിന്ദുവിൽ നിന്ന് മതപരിവർത്തനത്തിന് വിധേയരായി പോയ ഹിന്ദുക്കളെ മടക്കിക്കൊണ്ടുവരുവാനും യോഗം തീരുമാനിച്ചു.